പരസ്യപ്രചാരണം അവസാനിക്കാൻ 3 ദിവസം മാത്രം ശേഷിക്കെ മതം പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിച്ചെന്ന പരാതിയിൽ പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയോടും അനൗൺസ്മെന്റ് വിവാദത്തിൽ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണനോടും 2 ദിവസത്തിനകം വിശദീകരണം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. കമ്മീഷന്റെ നോട്ടീസ് ലഭിച്ച സാഹചര്യത്തിൽ ഇരു മുന്നണികളും ജാഗ്രതയോടെയാണ് നീങ്ങുന്നത്. വിവാദങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിൽ LDF മൗനം പാലിക്കുമ്പോൾ നോട്ടീസ് പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്ന നിലപാടിലാണ് UDF ക്യാമ്പ്. സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് സിനോജ്. എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പേരാമ്പ്രയിൽ ഈ വിഷയം ആളിക്കത്തുകയാണ്. ഇതടക്കം എങ്ങനെയാണ് ഇരു മുന്നണികളും സമീപിക്കുന്നത്? ഇനിയുള്ള നീക്കങ്ങൾ? ഗുഡ് മോർണിംഗ് ശ്രുതി, ആര്യ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കണ്ടതിന് സമാനമായ രീതിയിലുള്ള ഒരു വിവാദമാണ് പേരാമ്പ്രയിൽ സംഭവിച്ചിരിക്കുന്നത്. വാശിയേറിയ മത്സരം നടക്കുന്ന പേരാമ്പ്ര LDF കൺവീനറെ TP രാമകൃഷ്ണൻ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നു. ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി യൂത്ത് ലീഗിന്റെ ഫാത്തിമ തഹ്ലിയാണ് ലീഗ് പുറത്തേക്ക് ഇറക്കിയത്. ഇനി ബൂത്തിലേക്ക് പോകാൻ 5 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നു. പക്ഷേ ഈ അവസാന മണിക്കൂറിൽ വന്ന വിവാദം അത് വലിയ രീതിയിൽ മണ്ഡലത്തിൽ ചർച്ചയാകുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയോടു കൂടിയാണ് രണ്ട് മുന്നണികളും അത് കൈകാര്യം ചെയ്യുന്നത്. കാരണം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നതായി പരസ്പരം ആരോപണം ഉന്നയിക്കുന്നു. UDF ആണ് ആദ്യം LDFനെതിരെ പരാതി നൽകുന്നത്. ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകുന്നത്. TP രാമകൃഷ്ണന്റെ അനൗൺസ്മെന്റ് വാഹനം, ആ വാഹനത്തിൽ നിന്ന് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന തരത്തിലൊക്കെ തന്നെ ഫാത്തിമ തഹ്ലിക്കെതിരെയുള്ള അനൗൺസ്മെന്റ് വരുന്നു. അതിന്റെ മൊബൈൽ ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. അത് വെച്ചുകൊണ്ടാണ് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. അതിന് പിന്നാലെ ഇന്നലെ ആ വാഹനം കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങളും UDF ക്യാമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയും ചെയ്യും. പക്ഷേ ഇടതുപക്ഷം അത് നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഇടതുപക്ഷം ഔദ്യോഗികമായി നടത്തിയിട്ടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് കൂടുതൽ ചർച്ചയാക്കേണ്ട ആവശ്യമില്ല എന്നാണ് LDF ക്യാമ്പിന്റെ തീരുമാനം. കാരണം അത് തിരിച്ചടിയാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും പ്രകടന പത്രികയും കൂടുതൽ ചർച്ചയാക്കി പ്രചാരണം നടത്താനാണ് ഇടത് ക്യാമ്പ് തയ്യാറെടുക്കുന്നത്. സമാനമായ പരാതി, അതായത് മതം പറഞ്ഞു വോട്ട് പിടിക്കുന്ന തരത്തിൽ ഫാത്തിമ തഹ്ലിക്കെതിരെ 3 പരാതിയാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് ഇന്നലെ ലഭിച്ചത്. സമാനമായ സ്വഭാവത്തിലുള്ള 3 പരാതികൾ. പക്ഷേ ആ പരാതിയിൽ TP രാമകൃഷ്ണനെതിരെ ഉന്നയിച്ചതുപോലുള്ളൊരു ദൃശ്യത്തിന്റെ തെളിവ് ആ പരാതികൾ ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു നോട്ടീസ് ലഭിച്ചാൽ 3 ദിവസത്തിനകം മറുപടി നൽകേണ്ടതാണ്. ഇനി 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. സ്വാഭാവികം അതിനുള്ള മറുപടി, ഒരു ദൃശ്യങ്ങളോ മറ്റ് തെളിവുകളോ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പരാതി നൽകിയവർക്ക് കമ്മീഷന് കൈമാറിയിട്ടുമില്ല. ഏതായാലും UDF ക്യാമ്പ് പറയുന്നു അങ്ങനെ മതം പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടില്ല എന്ന് പറയുന്നു. വീട് കയറിയോ അല്ലെങ്കിൽ പരസ്യമായോ രഹസ്യമായോ മതം പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടില്ല എന്ന് UDF ഉറപ്പിച്ച് പറയുന്നു. ഏതായാലും ആദ്യം പരാതി ഉന്നയിച്ചത് UDF ആണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വന്ന UDFനെതിരെ വന്ന പരാതി കൗണ്ടർ പരാതിയായിട്ടാണ് UDF ക്യാമ്പ് കാണുകയും ചെയ്യുന്നത്. ഏതായാലും ഈ അവസാന മണിക്കൂറിൽ ഈ വിഷയം പേരാമ്പ്രയിൽ സജീവമായി ചർച്ചയാവും. പക്ഷേ LDFന് ഈ വിഷയം സജീവമായി ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഒരു അപകടം കൂടി അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ആര്യ, ശ്രുതി. ഓക്കെ സിനോജ്, ഒന്ന് തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട്.